ഈ ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാർക്കും ദേശസ്നേഹം ഇത്തിരി കുറവാണ് എന്നൊക്കെ ഒരു സംസാര വിഷയം ഇവിടെ ഉണ്ട്. അപ്പച്ചനെ കണ്ടുപിടി. അപ്പച്ചന് ദൈവസ്നേഹം മാത്രമല്ല ദേശസ്നേഹവും ഉണ്ട്. ഭാരതമാതാവേ, രോദനവും പിന്നെ അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ആത്മീയതയും പ്രാർത്ഥനയുടെ മെത്തേഡും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. അന്തരീക്ഷത്തിൽ വന്ന ഒരവസ്ഥ. എന്നാലും അദ്ദേഹത്തിൻ്റെ അകത്ത് ദേശസ്നേഹമുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പലരും വിദേശ രാജ്യങ്ങളിൽ എന്ന കാലത്തിൽ അത് ഒരു മണിക്കൊക്കെ വിളിക്കും. പിന്നെ അപ്പോൾ ക്രിസ്ത്യാനികളാണ് പലരും കൂടുതൽ വിളിച്ചിട്ട് ആകാശവാണിയാണ് ഇങ്ങോട്ട് എന്താണ് ഞാൻ പലയിടത്തിനും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം ഞാൻ അവിടെ പോയി കടം ചെന്നു. എനിക്ക് ഈ ഭാഷ നേരത്തെ ഇങ്ങനെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എനിക്കൊരു പരിചയവുമില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞത് അവരുടെ അടുത്ത് പറയാൻ ശ്രമിച്ചു. ഇവിടെ ക്രിസ്തീയ പ്രവർത്തകന്മാരും പല യൂട്യൂബിലൊക്കെ നടന്ന ഇവരുടെ അടുത്തൊക്കെ പലപ്പോഴും ഞാനും ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കണ്ടെന്താണ് മുതുകിലടി കൊണ്ട കുഞ്ഞ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പീഡനങ്ങളൊക്കെ ശരിയായിരിക്കാം. അപ്പോൾ ഈ വിഷയത്തെ ഈ ഫോൺ വിളിച്ചവന്മാരുടെ ഞാൻ പറയുമ്പോൾ അവന്മാർക്ക് നിന്റെ വീട്ടിലെ പിള്ളേരില്ലേ, അവരില്ലേ, ഇവരില്ലേ, സെന്റിമെന്റിലൊക്കെ ആവശ്യം. പക്ഷെ അല്പം കൂടെ ഇന്റലിജന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കണം. ഇവിടെ നമ്മളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്നില്ല. ഇവിടുത്തെ വൃദ്ധസദനത്തെ ഇവിടെ നടന്ന വിഷയങ്ങൾ ഒരിക്കലും ആരോപിക്കപ്പെട്ട കുറ്റം അവർ ശിക്ഷ അനുഭവിക്കണം, ചെയ്ത് എങ്കിൽ ശിക്ഷ അനുഭവിക്കണം, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കാത്തിരുന്ന ഒരു ഗോൾഡൻ ചാൻസ്, പണ്ട് ഈ ആരോ ശ്രീധരപിള്ള ആരോ ആണെന്ന് തോന്നുന്നു, ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങേർക്ക് ഇവിടെ സഭ വയ്ക്കല്, ഇങ്ങേരെ ഇവിടെ വാഴല് എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് അവസരം നോക്കിയിരുന്നവർക്കൊരു ഗോൾഡൻ ചാൻസ് പോലെ ഈ വിഷയത്തെ കിട്ടി. ഇതിനെ എടുത്ത് ഇതിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വിഷയം മനസ്സിലായില്ലേ, അത് തപ്പ്. മനസ്സിലായ? അതിനെയാണ് ഞാൻ എതിർത്തത്. മനസ്സിലായ? ഇദ്ദേഹം അവിടെ പോയി അടിച്ചോ, ഇദ്ദേഹം ഉപദ്രവിച്ചോ, അവിടെ ഉള്ളവർ തന്നെ പറയുന്നത് ഇദ്ദേഹം അവിടെ പോകാറേ ഇല്ലെന്നാണ്, വിസിറ്റ് ചെയ്യാറേ ഇല്ലെന്നാണ്. ഫാസ്റ്റിനകത്ത് പങ്കുണ്ടോന്ന് ചോദിച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഫാസ്റ്റ് അങ്ങനെ വിസിറ്റിംഗ് വരാറില്ല സത്യം പറഞ്ഞ. ഇപ്പൊ ഞാൻ പറയട്ടെ, ആ പാട്ടുണ്ടല്ലോ, അവിടെ യാവന ഒരുത്ത അവിടെ ഇരുന്നോണ്ട് എന്തോ ഇളക്കി മാറ്റിയെന്ന് പറഞ്ഞോണ്ട് അവിടത്തെ അമ്പലത്തെ പൂട്ടാൻ നിന്ന് കഴിഞ്ഞാ നടക്കുമോ? അത് യാവനോ ഇളക്കിയെന്നോ പറിച്ചെന്നോ കയറ്റിയത് എന്തൊക്കെ പറഞ്ഞൊക്കെ പാട്ടും എന്തൊക്കെ നടക്കുന്നില്ലേ അവിടെ? അപ്പോൾ യാവനോ ചെയ്തതിന്റെ പേരിൽ അവിടെ നടക്കുന്ന അവിടുത്തെ അമ്പലത്തെ പൂട്ടാൻ നിന്ന് കഴിഞ്ഞ് ഇതേപോലത്തെയാണ് ഇവിടെ നടക്കുന്നത്. സംഭവം നിയമത്തിന്റെ കയ്യിലിരിക്കുന്ന വിഷയം, ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും പീഡനങ്ങളും നടന്നിരിക്കാം, അവർ ശിക്ഷിക്കപ്പെടണം, ഏറ്റവും അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. പക്ഷെ അതിനെ കാത്തിരുന്ന ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി. ഈ പള്ളി പൊളിക്കണം, ആരാധന നടക്കരുത്, ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ വാഴല് എന്ന നിലയിൽ നിഗൂഢ അജണ്ടയോടുകൂടെ പ്രവർത്തിച്ച ആ പ്രവർത്തന ചെയ്തോ വികാരത്തെയാണ് ഞാൻ എതിർത്തത്. ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നിടത്ത് ഇതൊക്കെ സംസാരിക്കാൻ അവർക്കത് കേൾക്കാൻ മനസ്സില്ല. അപ്പോൾ കുറേയൊക്കെ സംസാരിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ബൈബിളിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ആത്മാവിൽ സംസാരിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധിയിൽ സംസാരിക്കും. അപ്പോൾ പൗലോസിനെക്കാളും ഒരു കൃപ കൂടെ എനിക്കല്പം കൂടുതൽ ദൈവം തന്ന എനിക്കറിയില്ല. ഞാൻ ആത്മാവിൽ സംസാരിക്കും, ബുദ്ധിയിൽ സംസാരിക്കും, പിന്നെ സാഹചര്യം കിട്ടിയ ജഡത്തിൽ സംസാരിക്കും. അങ്ങനെ ചില കാളുകൾ അവസാനം എനിക്ക് എൻ്റെ ജഡസംസാരങ്ങൾ സംസാരിച്ച് ഉപസംഹരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ദയവേദി എന്നെ വിളിക്കുന്നവർ ഞാനൊരു ആത്മീയനാണ്, വിശുദ്ധനാണ്, പാസ്റ്ററാണ്, പുണ്യവാളനാണ് എന്ന അർത്ഥത്തിൽ മുൻവിധിയോടുകൂടെ എന്നോട് സംസാരിക്കില്ലേ. ഞാൻ വിളിക്കുന്ന നിങ്ങളെക്കാളും കേൾക്കുന്ന നിങ്ങളെക്കാളും എല്ലാ തരത്തിലും തറയുടെ അടിയിലാണ് ഞാൻ. നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി, അത് മനസ്സിലായല്ല. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിൽ ചിന്തിക്കും. പിന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു സമൂഹത്തെ, അതും ന്യൂനപക്ഷ സമൂഹത്തെ ഈ നിലയിൽ തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം, ഇതിനെയാണ് ഞാൻ എതിർത്തതും എതിർത്ത് സംസാരിച്ചത്. പെന്തക്കോസ്തുകാർക്കെതിരെ അഹോരാത്രം
ക്രിസ്തീയ അതയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ഓരോരുത്തന്മാരിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർമാരോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. എന്ത് ചെയ്യും ഇവിടെ? എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താണ് അവന്മാർ പാസ്റ്റർമാരിവിടെ ചെയ്യുന്നത്? ചാണാൻ തിന്നോ, തീറ്റിച്ചോ, എവനെങ്കിലും കുത്തിക്ക് പിടിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് പറയിപ്പിച്ചോ, ഹല്ലേലൂയ എന്ന് പറയിപ്പിച്ചോ, അല്ലെങ്കിൽ ഗോമൂത്രം എടുത്ത് അവനെങ്കിലും വായിലൊഴിച്ചു കൊടുത്തോ? എന്തിനാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്യുന്നത്? അദ്ദേഹം ഒരു ഹാളെടുത്ത് അതിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഓരോ മതത്തിലുള്ളവരും അവരവരുടെ ദൈവം ശ്രേഷ്ഠമെന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും സ്വാമി ഇല്ലാതെ ഇല്ല എനിക്ക് ആരുമെന്നും ഞാനുള്ള തൻ്റെ ദൈവം, എല്ലാവരും അവരവരുടെ ദൈവത്തെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പം എല്ലാവരും അവരവരുടെ വിശ്വാസവും അളവ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ വാഴാൻ പറ്റൂ, ഞങ്ങൾ മാത്രമേ ഇവിടെ ശബ്ദിക്കാവൂ, ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ റോഡും ആരാധനാലയവും ശബ്ദവും കോലാഹലവും അർമാദിപ്പും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവരും മൂട്ടുമുടക്കിക്കൊള്ളുന്നുള്ളൊരു ബോഡി ലാംഗ്വേജോടുകൂടെ ഈ താളം വിടുന്നത്, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് എതിർക്കും. കാരണം നിനക്കൊക്കെ ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. ഓരോരുത്തരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവനെന്തോ ദൈവം പ്രത്യേകിച്ച് പ്രകൃതി എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്ത 2 കൈയും 2 കാലും 4, 3, 7 ദിവസം ജീവിതം, മേലാകാശം കീഴഭൂമി, അങ്ങനെ ചിന്തിക്കുന്നവന്മാരെല്ലാത്തിൻ്റെ ഇടയിലും ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം, അടി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, വാങ്ങിക്കാൻ കൂടെ ഉള്ളതാണ്. ഹുങ്ക് കാണിച്ച് വേല കാണിക്കുന്ന അതുകൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ആരാധിക്കണം, എല്ലാ മതത്തിനും മതവിശ്വാസം അനുസരിച്ച് ഇവിടെ നടക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇവിടെ വാഴാവൂ എന്ന് പറഞ്ഞ് ഇവിടെ ബാക്കിയുള്ളവരെ വടക്കേ ഇന്ത്യയിലൊക്കെ നേരിട്ടും വേട്ടയാടുന്നു. ഇവിടെ പറ്റാത്തത് കൊണ്ട് നിഗൂഢമായ രീതിയിൽ ഈ നിലയിൽ ഗോൾഡൻ ചാൻസുകളെ ഉണ്ടാക്കിയെടുത്ത് ദൂരെ കൂടി കിടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ച് കുരുക്കാമെന്ന് ചിന്തിച്ചാൽ അത് നടക്കില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ പള്ളിയിലൊക്കെ ഇവിടെ എന്തോ ഒരു അട്ടഹാസം കാണിച്ചെന്ന് പറയും. അട്ടഹാസം കാണിച്ചു. അവരവിടെ ആരാധന നടത്തി, കുറച്ച് ഇന്ന് വെളിയിൽ നിന്ന് ആകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഇത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത്, വേറെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇവിടെ ജനാധിപത്യ രാഷ്ട്രം, എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ട്. ആ വൃദ്ധസദനത്തിൻ്റെ മറവിൽ ഈ തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അവനൊക്കെ പുറം ലോകം കാണാതെ വണ്ണമുള്ള നല്ല ശിക്ഷ അവർക്ക് കിട്ടണം എന്ന് തന്നെ ആ സഭയിലെ പാസ്റ്ററും പറയുകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം അതിനെ ന്യായീകരിച്ചോ അനുകൂലിച്ചോ അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും പോയൊന്നുമില്ല. അദ്ദേഹവും അത് തന്നെ പറയുകയാണ്. അതിനെ ഈ സഭ പണിയുമായിട്ടും ദൈവദാസനെ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ടും കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പലരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും, പലയിടങ്ങളും പൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? ഓറ്റിയേ കേറ്റിയേ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ.